എൻ്റെ അമ്മോ, എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പി പറഞ്ഞു തരട്ടെ. ഇത് സാബുവാന എന്ന് പറയും, ചിലയിടത്ത് ചവരി എന്നാണ് പറയുന്നത്. അതൊരു 250 ഗ്രാമോളം നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കുക. 2 വലിയ ക്യാരറ്റ് എടുത്ത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് നെയ്യിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കണേ. 1 ലിറ്റർ പാൽ നല്ല രീതിയിലൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ സാബുവാന, അതായത് ചവരി, ഇതൊക്കെ ഒന്ന് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, മണി പോലെ കിടക്കുന്നില്ല, കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ. ഇത് നമ്മുടെ ഈ പായസത്തിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് തിളച്ച് വരട്ടെ. അന്നേരത്തേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ല രീതിയിൽ ഒന്ന് തിളച്ച് പറ്റി വരുമ്പോഴത്തേക്ക്, ഇവിടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊന്നും ആർക്കും ഇഷ്ടമല്ല കേട്ടോ പായസത്തിൽ ചേർക്കുന്നത്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ബദാം എടുത്ത് കുറച്ച് നെയ്യിലൊന്ന് മൂപ്പിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല രീതിയിൽ ചൂടാറി കഴിയുമ്പോഴത്തേക്ക് ഒരു 250 ഗ്രാമോളം ശർക്കരപ്പാനിയും കൂടെ നല്ല രീതിയിൽ ചൂടാറിയതിന് ശേഷം മാത്രം മിക്സ് ചെയ്ത് കൊടുക്കുക. പായസത്തിലേക്ക് ശർക്കരപ്പാനി നല്ല രീതിയിൽ ചൂടാറിയതിന് ശേഷം മാത്രമേ മിക്സ് ചെയ്യാവേ, അല്ലെങ്കിൽ അത് രണ്ടും കൂടെ പിരിഞ്ഞു പോവേ. അപ്പം പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല അടിപൊളി പായസമാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുവരെ ട്രൈ ചെയ്യാത്തവരോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റായിട്ടും പറയണേ. അപ്പം പിന്നെ ബായ്.